my dear students, welcome back to our English class. Exam point in the English class-ലേക്ക് എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേർഡ് യൂണിറ്റിലെ തേർഡ് ചാപ്റ്റർ ആണ്. That is chapter 12, The Never Never Nest. Okay, written by Cedric Mount. This chapter is a drama. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു നാടകം പോലെയുള്ളതാണ്, ഒരു ഡ്രാമയാണ്. ഓക്കെ, നാടകങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്? നമ്മൾ ഇത്ര നാളും പഠിച്ചു വന്ന പോലെയുള്ള സ്റ്റോറിയോ പോയമോ പോലെ എഴുതുന്ന ഒരു രീതിയല്ല ഡ്രാമയ്ക്കുള്ളത്. ഡ്രാമയിൽ എന്താണ് ക്യാരക്ടേഴ്സ് വരും. ആ ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗുകൾ നമുക്ക് വായിക്കാനുണ്ടാവും. ആ ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കുന്നതും അവരുടെ ഈ കോൺവെർസേഷനിലൂടെ, അവരുടെ സംഭാഷണങ്ങളിലൂടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഈ ഡ്രാമ എന്ന് പറയുന്നത് ഒരു മോണോ ഡ്രാമ ആണ്. ഒറ്റ ആക്ട് മാത്രമുള്ള ഒരു ഡ്രാമയാണ്. ഒരു ആക്ട് മാത്രമേ ഉള്ളൂ, വിച്ച് മീൻസ് ഒരേ ഒരു തീം മാത്രമേ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. നെവർ നെവർ നെസ്റ്റ് എന്ന് പറഞ്ഞ ഡ്രാമയ്ക്ക് ഒരു തീം മാത്രമേ നമ്മുടെ മുമ്പിൽ പറയാനുള്ളൂ. ആൻഡ് ഈ ഡ്രാമനെ നമുക്ക് ഒരു പ്രോബ്ലം ഡ്രാമ അല്ലെങ്കിൽ പ്രോബ്ലം ആക്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. എന്താണ് ഈ പ്രോബ്ലം പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഏതെങ്കിലും സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആ സാമൂഹിക പ്രശ്നങ്ങളെ വായനക്കാരുടെയോ കാഴ്ചക്കാരുടെയോ മുൻപിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള നാടകങ്ങളാണ് പ്രോബ്ലം പ്ലേസ് എന്ന് പറയുന്നത്. സോ ദ നെവർ നെവർ നെസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റോൾമെൻറ്റ് സിസ്റ്റം ഓഫ് സൊസൈറ്റിയാണ്. സമൂഹത്തിൻ്റെ ഇൻസ്റ്റോൾമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? 5-10 കൊടുത്ത് എന്ത് സംഗതിയും വാങ്ങുക, ബാക്കി പണമെല്ലാം തവണകളായി തിരിച്ചടച്ചുകൊണ്ട് എന്ത് സാധനവും സ്വന്തമാക്കാം എന്നുള്ളത്. അത് വലിയൊരു ആകർഷണമാണ് ആളുകളെ സംബന്ധിച്ച്, അല്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊന്നൊക്കെ ആലോചിച്ച് നോക്കാം. 10, 30, 50, 1000 രൂപ, 50,000, 60,000 ഒക്കെ പേ ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കാറ് 5 lakhs 6 lakhs ഒക്കെ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു കാറുണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള കാറാണ്. പക്ഷേ 6 lakhs നമുക്ക് റെഡി പേയ്മെൻറ്റ് ചെയ്യാനുള്ള സാഹചര്യം നമുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പൈസ കയ്യിലുള്ളത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബാക്കി ഇൻസ്റ്റോൾമെൻ്റ് ആക്കും, CC ഇടും, അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കാറുണ്ട്, പക്ഷെ നമ്മൾ പൈസ അടച്ച് തീർത്തിട്ടില്ല, പൈസ കൊടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് സാധനം വാങ്ങിക്കാനായിട്ട് പറ്റും? അങ്ങനെ എന്ത് സാധനങ്ങളും സ്വന്തമായിട്ട് വാങ്ങിക്കുന്നത് ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് മുതൽ അവർക്ക് ഉള്ളതായ മുഴുവൻ സ്വത്തുവകകളും, അല്ലെങ്കിൽ ഈ നാടകത്തിലെ ഈ ഡ്രാമയിലെ ക്യാരക്ടേഴ്സിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്ന എല്ലാ വസ്തുവകകളും അവർ ഇൻസ്റ്റോൾമെൻറ്റിൽ സ്വന്തമാക്കിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഡ്രാമ പഠിക്കുമ്പോഴാണ് നന്നായിട്ട് മനസ്സിലാകാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ ഓഥറിനെ ഒന്ന് വായിക്കാം. റെഡി? സോ അവർ ഓഥർ ഈസ് സെഡ്രിക് മൗണ്ട്. Cedric Mount is a considerably distinguished playwright of his age. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു എഴുത്തുകാരനായിരുന്നു സെഡ്രിക് മൗണ്ട് എന്ന് പറയുന്നത്. He wrote some thoughtful plays. വളരെ പ്രാധാന്യമുള്ള, ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള എഴുത്തുകളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. Which include 20th Century Lullaby, To Cut a Long Short Story and Nature Abhors a Vacuum. അപ്പോൾ ഈ 3 വർക്കുകളും അദ്ദേഹത്തിൻ്റെ തോട്ട്ഫുൾ റൈറ്റിംഗ്സ് ആണ്, പ്ലേസ് ആണ്, പ്ലേസിൻ്റെ പേരാണ്. ഹിസ് 1 act plays ആർ ഈസി ടു പെർഫോം. അദ്ദേഹത്തിൻ്റെ 1 act പ്ലേ എന്ന് പറയുന്നത് വളരെ ഈസിയാണ് പെർഫോം ചെയ്യാനായിട്ട്. സറ്റേറിക്കൽ, വിറ്റി ആൻഡ് ഇൻസൈറ്റ്ഫുൾ, അത് 3 ആ റൈറ്റിങ്സിൻ്റെ ഫീച്ചേഴ്സാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സറ്റേറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നർമ്മത്തിലൂടെ ചില കാര്യങ്ങളെ വിമർശിക്കുകയാണ്. വിറ്റി ആൻഡ് ഇൻസൈറ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുത്ത്, അല്ലെങ്കിൽ കാഴ്ചക്കാരെ കേൾവിക്കാരെ കൊണ്ട് തന്നെ അതിൻ്റെ ചില കാര്യങ്ങൾ ചിന്തിപ്പിക്കാൻ തക്ക തീമുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്. ദീസ് 1 act plays expose
the shames of contemporary society beside delicately admonishing the guilty. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ കാലഘട്ടത്തിൽ ഇന്ന് എന്താണോ സൊസൈറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള തീമുകളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെഡ്രിക് മൗണ്ട് എന്താണ്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സ് എന്നുള്ളത് മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. So we can start our class by asking some questions. Here are some questions. Have you ever purchased things on installment? എന്താ അതിൻ്റെ അർത്ഥം? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? Buying things on installment and leading a luxurious life seems to be happy and pleasing. അപ്പം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു ലക്ഷൂറിയസ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല അടിപൊളിയായിട്ട് ആഡംബരമായിട്ട് ജീവിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ജീവിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിലൊക്കെ എന്താണ്, ഇറ്റ് മേക്സ് us ഹാപ്പി, നമ്മൾ നല്ല സന്തോഷത്തിലാവും അല്ലേ. ബട്ട് ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി ഡെൽറ്റ് വിത്ത്, അത് കഴിഞ്ഞിട്ട് കുറേ ഡോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വിച്ച് മീൻസ് അതിൻ്റെ ബാക്കി നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എന്താണെന്നുള്ളത്. എന്താ അവിടെ ചോദിച്ചേക്കുന്നത്? പക്ഷെ അത് പ്രോപ്പറായിട്ട് നമുക്ക് മുന്നോട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് പറ്റണം അല്ലേ. സോ ആ പേയ്മെൻറ്റ് നമ്മൾ മിസ്സായാൽ അവിടെ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുന്നൊക്കെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാം. സോ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദിസ് സ്റ്റോറി? ഈ ഡ്രാമയിൽ ഇവിടെ ഈ പ്ലേയിൽ എന്താണ് സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. റീഡ് ആൻഡ് എൻജോയ് ദ വൺ നൈറ്റ് പ്ലേ. സോ ലെറ്റ്സ് റീഡ് ദ ക്യാരക്ടേഴ്സ് ഫസ്റ്റ്. ജാക്ക്, ജിൽ, ഹിസ് വൈഫ്, Aunt Jane, nurse. So there are 4 characters, Jack and Jill. They are husband and wife, newly married couples. Their aunt Jane and a nurse. So these are the 4 characters that we have in the drama. So here we can start the drama. The launch of Jack and Jill's villa at New Hampstead. The essential furniture consists of a table on which are writing materials and 2 chairs. ലോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഗസ്റ്റ് റൂം പോലെ, അല്ലെങ്കിൽ ആൾക്കാർ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഏരിയ ആണ് വീടിൻ്റെ. ഓക്കെ, ഇപ്പോൾ സിറ്റ് ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആലോചിക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാളിലേക്കൊക്കെയാണ് ചിലർക്ക് ഇരിക്കുന്നത്. സോ ആ ഏരിയനെ നമുക്ക് വേണമെങ്കിൽ ലോഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം നമ്മുടെ നാട്ടിൻ്റെ രീതി അനുസരിച്ച്. ഓക്കെ, ഇപ്പോൾ ജാക്ക് ആൻഡ് ജിൽ അവിടെ താമസിക്കുന്ന വില്ല എന്ന് പറയുന്നത് ന്യൂ ഹാംസ്റ്റഡിലാണ്. അവിടെ അവർക്ക് നല്ലൊരു വീടുണ്ട്. അവിടെ എസെൻഷ്യൽ ഫർണിച്ചറായിട്ട് അവർക്കുണ്ടായിരിക്കുന്ന ഒരു ടേബിളും കുറേ റൈറ്റിംഗ് മെറ്റീരിയൽസും 2 ചെയറുമാണ് അവിടെ ഉള്ളത്. ആസ് ദി കർട്ടൻ റൈസസ് ദി ലോഞ്ച് ഈസ് എംപ്റ്റി. അപ്പോൾ കർട്ടൻ റൈസസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിസ് ഇസ് എ ഡ്രാമ, ഒരു നാടകമാണ്. സോ കർട്ടൻ പൊങ്ങുമ്പോൾ, കർട്ടൻ പൊങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സ്റ്റേജിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ കർട്ടൻ പൊങ്ങുമ്പോൾ നമ്മൾ എന്താണോ കാണുന്നത് ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ദ ലോഞ്ച് ഈസ് എംപ്റ്റി. ആ സ്വീകരണ മുറിയിൽ അവിടെ ഒന്നുമില്ല. ബട്ട് ജാക്ക് ആൻഡ് ജിൽ കെയിം ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ ആൻറ്റ് ജെയിൻ. പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ ക്യാരക്ടേഴ്സ് 3 പേരും എൻ്റർ ചെയ്യുകയാണ്. ജാക്ക്, ജിൽ ആൻഡ് ഓൺ ജെയിൻ. ജിൽ ആൻഡ് ദിസ് ഇസ് ദി ലോഞ്ച്. അപ്പോൾ ജില്ല് പറയാണ് ദിസ് ഇസ് ദി ലോഞ്ച്, ഇതാണ് ഇവിടുത്തെ സ്വീകരണ മുറി. ഓൺ ജെയിൻ, ചാമിങ് ചാമിങ്, സച്ച് എ കോസി ലിറ്റിൽ റൂം ആൻഡ് സച്ച് പ്രിറ്റി. എന്താണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു റൂമാണ്. എ കോസി ലിറ്റിൽ വൺ, വളരെ ആപ്റ്റായിട്ട്, അതായത് ഒരു സ്വീകരണ മുറിക്ക് തക്കതായ രീതിയിലുള്ള എല്ലാ ഭംഗിയും നൽകുന്ന വളരെ ഒതുക്കമുള്ള നല്ലൊരു റൂമാണത്. ജാക്ക് മോഡസ്റ്റ്ലി, വി ലൈക്ക് ഇറ്റ്, യു നോ, ഹാൻഡി പ്ലീസ് ടു സിറ്റ് ഇൻ ആൻഡ് ലിസൺ ടു ദി റേഡിയോഗ്രാം. ആൻഡ് ജെയിൻ, ഓ, ഹാവ് യു ഗോട്ട് എ റേഡിയോഗ്രാം ആസ് വെൽ ആസ് എ കാർ ആൻഡ് എ പിയാനോ? ജാക്ക്, വൈ, ഓഫ് കോഴ്സ്. ഓൺ ജെയിൻ, യു സിംപ്ലി മസ്റ്റ് ഹാവ് എ റേഡിയോ സെറ്റ് nowadays. സോ അവർ സംസാരിക്കുകയാണ്. ആരൊക്കെയാണ്? ജാക്ക്, ജിൽ ആൻഡ് ഓൺ ജെയിൻ. അപ്പോൾ എന്താണ് സംസാരിക്കുന്നത്? ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജാക്ക് ആൻഡ് ജില്ലിനെ കാണാൻ വന്നിരിക്കുന്ന അവിടുത്തെ അതിഥി ആണ്, ഗസ്റ്റ് ആണ് ഓൺ ജെയിൻ, അവരുടെ ആൻറ്റി ജെയിൻ എന്ന് പറയുന്നത്. അപ്പം ഓൺ ഇവരെ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനെ അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ അവർ ആൻറ്റി ഇങ്ങനെ ധരിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് ഒരാൾ വന്നു, നമ്മൾ പുതിയ വീട്, പുതിയ കാറ്, നമുക്ക് പുതിയ പുതിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ വന്നാൽ വാട്ട് വിൽ വി ഡു?
നമ്മൾ കാണിക്കും, ആ ഇതാണ് ഞങ്ങളുടെ പുതിയ കാർ, ഇതാണ് ഞങ്ങൾ ഈയിടെ മേടിച്ചതാണ്, ഇത് ചെയ്തതാണ് എന്നൊക്കെ നമ്മൾ പറയും. കറക്റ്റ് അല്ലേ? അപ്പോൾ അതുപോലെയാണ് ഇവിടെ ജാക്കും ജില്ലും പറയുന്നത്. അപ്പോൾ ആൻറ്റി ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുകയാണ്. ഓ യു ഹാവ് എ കാർ ആൻഡ് പിയാനോ ആൻഡ് റേഡിയോഗ്രാം ടു എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പം ഈ ഡയലോഗിൽ നിന്നാണ് ആക്ച്വലി നമുക്ക് മനസ്സിലാകുന്നത് ജാക്കിനും ജില്ലിനും മറ്റ് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത് എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ. ആൻഡ് ജെയിനോട് ജാക്കിനും ജില്ലിനും എന്തൊക്കെയാണ് ഇനി പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ജിൽ, and it's so nice for me when Jack's away at business. അപ്പോൾ എന്താണ്, റേഡിയോഗ്രാം ഉള്ളത് വളരെ നല്ലതാണ്. ജാക്ക് ഇവിടെ ബിസിനസ്സിന് വേണ്ടി ഇവിടെ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ മീ. അതെനിക്ക് വളരെ നല്ലതാണ്. ഐ ഈവൻ മേക്ക് മൂവ് ഇറ്റ് ഇൻ ടു ദി കിച്ചൺ സോ ദാറ്റ് ഐ ക്യാൻ ലിസൺ ടു ഇറ്റ് വൈൽ ഐ കുക്ക്. ഞാനത് ജാക്കിനെ കൊണ്ട് ചില സമയങ്ങളിൽ കിച്ചണിലേക്ക് മൂവ് ചെയ്യിക്കാറ് പോലും ഉണ്ട്. എന്തിനാണ്? കുക്ക് ചെയ്യുമ്പം എനിക്കത് കേട്ടുകൊണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ജാക്ക്, സിറ്റ് ഡൗൺ ആൻഡ് ജെയിൻ, യു മസ്റ്റ് ബി ടയർഡ് ആൻഡ് വി ഹാവ് ഷോൺ യു എവറിത്തിങ് നൗ. അപ്പോൾ ആൻറ്റിനോട് പറയാണ്, യു ക്യാൻ സിറ്റ് ഡൗൺ, അവിടെ ഇരുന്നോളൂ, അവിടെ ഇരിക്ക്, ഇപ്പോൾ ഇവിടെയുള്ള സംഗതികളെല്ലാം കണ്ടില്ലേ എന്നാണ് പറയുന്നത്. ജിൽ, വാട്ട് ഡു യു തിങ്ക് ഓഫ് അവർ ലിറ്റിൽ നെസ്റ്റ് ആൻഡ് ജെയിൻ. അപ്പോൾ ജിൽ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഈ കൊച്ചു വീട്, നെസ്റ്റ് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വീട് എന്നുള്ള അർത്ഥത്തിലാണ്, ഞങ്ങളുടെ ഈ കൊച്ചു വീട് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന് ആൻഡ് ജെയിൻ ചോദിക്കുകയാണ്. ആൻഡ് ജെയിൻ, ഐ തിങ്ക് ഇറ്റ്സ് വണ്ടർഫുൾ മൈ ഡിയേഴ്സ്. ഇത് വളരെ മനോഹരമായിരിക്കുന്നു എന്ന് ആൻഡ് പറയുകയാണ്. ദ ഫർണിച്ചർ, ഇവിടെ ഇട്ടിരിക്കുന്ന ഫർണിച്ചറുകൾ, മേശ, കസേര, ചെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഫർണിച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എ കാർ ആൻഡ് എ പിയാനോ. കാർ, പിയാനോ. പിയാനോ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കേട്ടോ. ആൻഡ് റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ്. ആൻഡ് റേഡിയോ. വാട്ട്സ് ഇറ്റ്? ഇറ്റ്സ് വണ്ടർഫുൾ, റിയലി വണ്ടർഫുൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇതൊരു കൊച്ചു കൊട്ടാരമാണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ബിക്കം വെരി ഹാപ്പി വിത്ത് ദ ലൈഫ് ഓഫ് ജാക്ക് ആൻഡ് ജിൽ. ജാക്ക്, ആൻഡ് വി ഓ ഇറ്റ് ഓൾ ടു യു. ഞങ്ങളിതെല്ലാം ആൻറ്റിക്ക് വേണ്ടിയാണ് കാണിക്കുന്നതെന്ന് പറയുകയാണ്. ആൻഡ് ജെയിൻ, യെസ് ജാക്ക്, ദാറ്റ്സ് വാട്ട്സ് വറിയിങ് മീ. അപ്പം അത് തന്നെയാണ് എന്നെക്കുറിച്ച് വറീഡ് ആക്കുന്നത്, എന്നെക്കുറിച്ച് വിഷമത്തിലാക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളിതെല്ലാം എനിക്കും കൂടിയാണ് എന്ന് പറയുമ്പം അതാണ് എന്നെക്കുറിച്ച് പ്രശ്നത്തിലാക്കുന്നത്. ജാക്ക്, വറിയിങ് യു ആൻഡ് ജെയിൻ. വറി ചെയ്യുവാണോ, പ്രശ്നത്തിലാക്കുകയാണോ, എന്തുകൊണ്ടാണ് എന്നുള്ള അർത്ഥത്തിലാണ് ജാക്ക് ഇവിടെ ചോദിക്കുന്നത്. ആൻഡ് ജെയിൻ, യെസ്, that check I gave you for your wedding present, it was only 200 pounds, wasn't it? അപ്പോൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്ര കൺഫ്യൂസിങ് ആകുന്നത്, ഇത്ര പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നത്? കാരണം എന്താണ്? ഈ സൗകര്യങ്ങളെല്ലാം കണ്ട് ആൻഡ് ജെയിൻ ഇങ്ങനെ ഷോക്കായിരിക്കണം, ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങളുടെ വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നത് ഒരു 200 പൗണ്ടിൻ്റെ ചെക്കല്ലേ എന്നാണ് ചോദിക്കുന്നത്. 200 പൗണ്ടിൻ്റെ ചെക്ക് തന്നെയല്ലേ ഞാൻ നിങ്ങൾക്ക് തന്നത്? വാസന്റ് ഇറ്റ്? അങ്ങനെ തന്നെ അല്ലേ? ഐ ഡിഡിൻറ്റ് പുട്ട് 2000 ബൈ മിസ്റ്റേക്ക്. ഞാനെങ്ങാനും ഇനി അത് എഴുതിയപ്പോൾ തെറ്റിപ്പോയിട്ട് 200 എന്നതിന് 200 എന്നതിന് പകരം 2000 2000 പൗണ്ട് എന്നാണോ എഴുതിയത് എന്നാണ് ഇവിടെ ആൻഡ് ജെയിന് ജാക്കിനോടും ജില്ലിനോടും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ പൗണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് മിസ് വിശ്വസിക്കുകയാണ്. എങ്കിലും മിസ് ഒന്നുകൂടെ പറയാം, അറിയില്ലാത്ത നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാണ്. ഒരു പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 92 94 ആ ഒരു റേഞ്ചിൽ റുപ്പീസായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം വരും. സോ 200 പൗണ്ട്സ് ആയിരുന്നു ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പം അതിന് പകരം 2000 പൗണ്ട് ആയി പോയെങ്കിൽ അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്, ലക്ഷക്കണക്കിന് രൂപ വരും. അപ്പം അത്രയും എങ്ങാനും ഇനി മിസ്റ്റേക്കിൽ കൊടുത്തതാണോ എന്നാണ് അദ്ദേഹം ആൻറ്റി അവരോട് ചോദിക്കുന്നത്. ജിൽ, വൈ നോ ആൻഡ് ജെയിൻ, വാട്ട് ഓൺ എർത്ത് മേഡ് യു തിങ്ക് ദാറ്റ്? ഒരിക്കലും അല്ല, 200 തന്നെയാണ് തന്നത്. പക്ഷെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത്? എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ 200 ആണോ അതോ 2000 ആണോ എന്ന് ചിന്തിച്ചത് എന്ന് ജില്ല് ചോദിക്കുകയാണ്. ആൻഡ് ജെയിൻ റിലീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്വാസമായി. എന്താണ്? 200 തന്നെ ആയിരുന്നല്ലോ. വെൽ, ദാറ്റ്സ് ഓൾ റൈറ്റ്, അത് ഓക്കെയാണ്. ബട്ട് ഐ സ്റ്റിൽ വോണ്ട് ഓൾ ടുഗെദർ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്.
this house. It's very lovely, but doesn't it cost a great deal for rent? പക്ഷേ ഈ വീടെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു വീടാണ്. കണ്ടാൽ അത്ര തന്നെ നല്ലൊരു വീടാണ്. അപ്പോൾ ഇത്രയും വലിയൊരു വീട്ടിൽ നിങ്ങൾ താമസിക്കുമ്പോൾ ആ വീടിന് നിങ്ങൾ വലിയൊരു വാടക റെന്റ് കൊടുക്കേണ്ടി വരില്ലേ എന്നാണ് ചോദിക്കുന്നത് ജാക്ക്. ഉടനെ ജാക്ക് ആരാണ്? ജില്ലിൻ്റെ ഹസ്ബൻഡ്. ജാക്ക് ചോദിക്കാണ് റെന്റ് വാടകയോ എന്ന് ചോദിക്കണം. ഓ നോ, വി വോണ്ട് പേ റെന്റ്. വാടകയോ, ഞങ്ങൾ ഒരു വാടകയും കൊടുക്കുന്നില്ല എന്ന് ജാക്ക് പറയുകയാണ്. ആൻഡ് ജെയിൻ, but Jack, if you don't pay rent, you will get turned out into the street. And that would never do. You have Jill and a baby to think of now. You know. അപ്പം ആൻഡ് ജെയിനെ പെട്ടെന്ന് വിചാരിച്ചു എന്താണ്, വാടക കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഹൗസ് ഓണർ വന്നിട്ട് ഇവരെ വഴിയിലേക്ക് ഇറക്കി വിടും, സ്ട്രീറ്റിലേക്ക് ഇറക്കി വിടും. അപ്പോൾ പറയാണ്, നീ ഒരു കാര്യം ഓർക്കണം, ഇപ്പം നീ ഒറ്റയ്ക്കല്ല, പഴയ പോലെയല്ല, യു ഹാവ് യുവർ വൈഫ്, ജില്ലുണ്ട് നിൻ്റെ കൂടെ, ആൻഡ് യുവർ ബേബി ടു, നിങ്ങളുടെ കുഞ്ഞും നിങ്ങളുടെ കൂടെ ഉള്ളതാണ്. നീ ആ കാര്യം മറക്കാൻ പാടില്ല, അതുകൊണ്ട് നിൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണമെന്ന് ആൻഡ് ജെയിൻ ജാക്കിനോട് പറയുകയാണ്. ചെക്ക്, നോ നോ ആൻഡ് ജെയിൻ, ഇല്ലില്ല അങ്ങനെയല്ല എന്ന് പറയുകയാണ്. യു മിസ്അണ്ടർസ്റ്റുഡ് മീ, വി വോണ്ട് പേ റെന്റ് ബിക്കോസ് ദ ഹൗസ് ഇസ് അവേഴ്സ്. എന്താണ് പറഞ്ഞേക്കുന്നത്? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. റെന്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഹൗസ് ഞങ്ങളുടെ സ്വന്തമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് ജെയിൻ, യുവേഴ്സ്. നോക്കിക്കേ, ആ യുവേഴ്സ് എന്നുള്ളത് ഫുൾ ക്യാപിറ്റൽസിലാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ അർത്ഥം എന്താണ്? അത്രമാത്രം ഷോക്ക് ടൈപ്പ്, ഇത്ര വലിയൊരു വീട് ഇവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. യുവേഴ്സ്, നിങ്ങളുടെ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് ജില്ല്. വൈ? യെസ്. എന്താ അങ്ങനെ ചോദിച്ചേ? ഏതെ, ഞങ്ങളുടെ തന്നെയാണ്. യു മസ്റ്റ് പേ 10 pounds ആൻഡ് ഇറ്റ്സ് യുവേഴ്സ്. 10 പൗണ്ട് വെച്ച് കൊടുത്താൽ മതി, അത് ഞങ്ങളുടേതായിട്ട് മാറും. ജാക്ക്, യു സീ ആൻഡ് ജെയിൻ, we realized how uneconomic it is to go on paying rent year after year, and you can buy and enjoy a home of your own for 10 pounds and a few quarterly payments of course. Why be Mr. Tenant? Then you can be Mr. Owner. അപ്പം ജാക്ക് കുറേ വലിയ ചോദ്യങ്ങൾ നമ്മുടെ ആൻഡ് ജെയിനോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? ഈ വർഷങ്ങളോളം ഇങ്ങനെ വാടക കൊടുത്ത് നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ ഇങ്ങനെ ഒരാൾക്ക് കൊടുക്കുന്നത് ഒരു നഷ്ടമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിലും എന്ത് ഭേദമാണ്? 10 പൗണ്ട് കൊടുത്ത് സ്വന്തമായിട്ട്, വെറും 10 പൗണ്ട് കൊടുക്കുക, സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ക്വാർട്ടർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ തന്നെ ഒരു ക്വാർട്ടർലി പേയ്മെൻറ്റ് അടച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അതൊരു ഒരുപക്ഷെ ഒരു വലിയ പേയ്മെൻറ്റ് ഉണ്ടാകും. എന്നിരുന്നാലും 3 മാസം കൂടുമ്പോൾ കുറേശ്ശെ പേയ്മെൻറ്റ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അവർക്ക് പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ വീട് സ്വന്തമായിട്ട് കിട്ടും. എന്നും ഇങ്ങനെ ടെനൻ്റായിട്ട്, എന്താണ്, വാടകക്കാരായിട്ട് കിടക്കുന്നതിലും ഭേദമല്ലേ ഒരിക്കലും ഇതിൻ്റെ ഓണറായിട്ട് മാറുന്നത് എന്നാണ് ജാക്ക് ഇവിടെ ജെയിനോട് ചോദിക്കുന്നത്, ആൻഡ് ജെയിനോട് ചോദിക്കുന്നത്. ഓക്കെ, ആൻഡ് ജെയിൻ, ഐ സീ. ഓ, അങ്ങനെയാണല്ലേ. യെസ്, ദർ ഈസ് സംതിങ് ഇൻ ദാറ്റ്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ആലോചിക്കുമ്പം അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. Even so, you must be getting on very well to keep up a place like this. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലെ ഇത്ര നല്ലൊരു വീട് നിങ്ങളുടെ സ്വന്തമാക്കി എടുക്കുന്നതിന് നിങ്ങളൊരു ഹ്യൂജ് എമൗണ്ട് പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിൽ, ഓ ഹീസ് ആൻഡ് ജെയിൻ. വൈ? ഓൺലി ലാസ്റ്റ് ഇയർ ഹി ഹാഡ് എ 5 shilling റൈസ്. ഡോണ്ട് യു ജാക്ക്? അപ്പോൾ ചോദിക്കണം, എന്താണ് ഇതിന് മാത്രം വലിയ? അങ്ങനെയൊന്നുമില്ല, കുറച്ച് ഒരു പൗണ്ട് മാത്രമേ ഷില്ലിങ് മാത്രമേ കൊടുക്കാൻ പറ്റാതായിട്ടുള്ളൂ. അപ്പോൾ ഷില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൗണ്ടിലും താഴെയുള്ളതാണ് ഷില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയും അതേ വന്നിട്ടുള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. ജാക്ക് പറയാണ്, ഓഫ് കോഴ്സ്, അതെ അങ്ങനെ തന്നെയാണ്. ദാറ്റ് വാസ് നത്തിങ്, അതൊരു വലിയ കാര്യമേ അല്ല. റിയലി ഐ ആം എക്സ്പെക്ടിങ് 10 ദിസ് ക്രിസ്മസ്. ഇങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ ക്രിസ്മസിന് ഞാനൊരു 10 ആണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുകയാണ്. ആൻഡ് ജെയിൻ സഡൻലി പെട്ടെന്ന് ചോദിക്കുകയാണ്, ജാക്ക്, ഐ ഹാവ് ജസ്റ്റ് തോട്ട് ഓഫ് സംതിങ്. ദാറ്റ് കാർ, ഈസ് ഇറ്റ് യുവേഴ്സ്? ആൻഡ് ജെയിൻ പെട്ടെന്ന് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ആ കാറുണ്ടല്ലോ, ഏതാണ്? അവരുടെ വീടിന് മുറ്റത്ത് കിടക്കുന്ന കാറ്. അപ്പോൾ ആ കാറ് നിങ്ങളുടെയാണോ എന്ന് ചോദിക്കുകയാണ് ജിൽ. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് അവേഴ്സ്. അതെ, ആ കാറും ഞങ്ങളുടെ തന്നെയാണ്. ആൻഡ് ജെയിൻ, ഓൾ യുവേഴ്സ്, എല്ലാം നിങ്ങളുടെ സ്വന്തമാണോ? ജാക്ക്, വെൽ നോ, നോട്ട് എക്സാക്ട്ലി ഓൾ. എല്ലാമാണോ എന്ന് ചോദിച്ചാൽ എല്ലാം ഞങ്ങളുടെ സ്വന്തം ഒന്നും അല്ല, പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. എന്താണ്? ഇപ്പോൾ ഇവർക്ക് എന്താണ് സ്വന്തമായിട്ടുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇവർക്ക് എന്തൊക്കെയോ സ്വന്തമായിട്ടുണ്ട്. സ്വന്തമാണോ ചോദിച്ചാൽ സ്വന്തമല്ല. എന്നാൽ സ്വന്തമാണോ?
സ്വന്തമാണ് താനും. എന്താ പ്രശ്നം? ഇൻസ്റ്റാൾമെന്റ് ആണ് ഇവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ എല്ലാവർക്കും? ജാക്കിനും ജില്ലിനും സ്വന്തമായിട്ട് ഇനി എന്തൊക്കെ സാധനങ്ങളാണ് അപ്പോൾ ഉള്ളതെന്നാണ് നമുക്ക് അറിയാനായിട്ടുള്ളത്. ആൻഡ് ജെയിൻ, ഹൗ മച്ച് ഓഫ് ഇറ്റ്? അപ്പം എത്രയാണ് ഇതിൻ്റെയൊക്കെ കോസ്റ്റ്? എത്ര രൂപയായി, ഇതുവരെ എത്ര ചിലവായി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജിൽ, ഓ, ഐ ഷുഡ് സേ ദ സ്റ്റിയറിംഗ് വീൽ ആൻഡ് വൺ ഓഫ് ദ ടയേഴ്സ്. അപ്പോൾ ഇതിൽ സ്വന്തമായിട്ട് മൊത്തം പേ ചെയ്തിട്ട് ഇവർക്ക് എന്താണ് ഉള്ളത്? ആ സ്റ്റിയറിംഗ് വീല്, കാറിൻ്റെ ആ സ്റ്റിയറിംഗ് ശരിക്കും പറഞ്ഞാൽ ഇവരുടേതാണ്. ആൻഡ് വൺ ഓഫ് ദി ടയേഴ്സ്, ആ കാറിന് 4 ടയറുണ്ട്, അതിലൊരു ടയർ ഇവരുടെ സ്വന്തമാണ്. ആൻഡ് അബൌട്ട് 2 ഓഫ് ദി സിലിണ്ടേഴ്സ്, 2 സിലിണ്ടേഴ്സിൽ ഒരെണ്ണം. ബട്ട് ഡോണ്ട് യു സീ, ദാറ്റ്സ് ദ വണ്ടർഫുൾ തിങ് അബൌട്ട് ഇറ്റ്. പക്ഷെ എന്താണ്, ഇവർ ഒരു റിയാലിറ്റിയിൽ ജീവിക്കുന്ന ആളുകളെ അല്ല. അതുകൊണ്ടാണ് ജില്ലിൻ്റെ റിപ്ലൈ ആണത്. അതില സ്റ്റിയറിംഗ് വീല്, പിന്നെ 4 ടയറിലൊരു ടയറ്, പിന്നെ എന്താണ് അബൌട്ട് ദി 2 സിലിണ്ടേഴ്സ്. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് ഇവർക്ക് ആകെ സ്വന്തമായിട്ട് ഉള്ളൂ. ബാക്കി കാണുന്ന വീട്, സൗകര്യങ്ങൾ, പിയാനോ, റേഡിയോഗ്രാം, കാറ് എന്ന് തുടങ്ങി അവരുടെ മുഴുവൻ സാധന സാമഗ്രികളും, എല്ലാ സാധനങ്ങളും എന്താണ്, ശരിക്കും അവരതിൻ്റെ ഓണേഴ്സ് ആയിട്ടില്ല, അവർ ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആൻഡ് ജെയിൻ, ഐ ഡോണ്ട് സീ എനിത്തിങ് വണ്ടർഫുൾ അബൌട്ട് ഇറ്റ്. ഇതൊന്നും ഇത്ര വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ആൻഡ് ജെയിൻ പറയുകയാണ്. ജിൽ, ബട്ട് there is, ആൻഡ് ജെയിൻ, you see, although we could never buy a car outright, we can enjoy all the pleasures of motoring of a mere 5 pounds down. പക്ഷെ എന്താണ്, അല്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു കാർ മേടിക്കാൻ സാധിക്കുന്നില്ലാത്തവരാണ് ഞങ്ങൾ. അപ്പം ഒരു 5 പൗണ്ട് മാത്രം കൊടുത്തിട്ട് ഞങ്ങൾക്ക് ആ എല്ലാ സൗകര്യങ്ങളും ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ലേ? അപ്പം അതല്ലേ നല്ലതെന്നാണ് ഇവിടെ ജില്ലി ചോദിക്കുന്നത്. ആൻഡ് ജെയിൻ, ആൻഡ് ദ റെസ്റ്റ് ബൈ ഈസി ഇൻസ്റ്റാൾമെൻറ്റ്സ് ഐ സപ്പോസ്. അപ്പം ആൻഡ് ജെയിൻ ചോദിക്കുകയാണ്, അപ്പം എന്താണ്, ബാക്കിയുള്ളതെല്ലാം ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ജില്ലി പറഞ്ഞു, എക്സാക്ട്ലി, എന്താണ്, എല്ലാം ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ആൻഡ് ജെയിൻ, എക്സാക്ട്ലി, ആൻഡ് വാട്ട് അബൌട്ട് ദ റേഡിയോ, വാട്ട്സ് ഇറ്റ്? അപ്പോൾ റേഡിയോയുടെ കാര്യം എങ്ങനെയാണ് എന്ന് ചോദിച്ചു. വെൽ, ദാറ്റ്സ് ദി, ആൻഡ് ജെയിൻ, ആൻഡ് ദ പിയാനോ. ജിൽ, വെൽ, ഓഫ് കോഴ്സ്. ആൻഡ് ജെയിൻ, ആൻഡ് ദ ഫർണിച്ചർ. ജാക്ക്, ഐ എം അഫ്രേഡ് സോ. അപ്പോൾ എന്താണ്, ആൻഡ് ജെയിൻ ഓരോരോ കാര്യങ്ങളായിട്ട് ചോദിക്കുകയാണ്. അവരുടെ വീട്ടിലെ ഫർണിച്ചർ, റേഡിയോ, പിയാനോ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഓണർഷിപ്പ് എങ്ങനെയാണ്? ഹൗ ഡിഡ് യു ബൈ ദീസ് തിങ്സ്? നിങ്ങൾ എങ്ങനെയാണ് ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ചത്? അപ്പോൾ അവർ പറയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൺഫസ് ചെയ്യാണ്, എല്ലാം ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ആൻഡ് ജെയിൻ, ഐ സപ്പോസ് all you own is this leg. She points to one. Jill, well, no. As a matter of fact, it's that one. She points to other. അപ്പോൾ ജെയിൻ പറയാണ്, അപ്പോൾ എന്താണ്, ആകെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കുള്ളത് ഈ ഒരു കാല്, ഫർണിച്ചറിൽ ഒരു ഫർണിച്ചറിൻ്റെ അതിൻ്റെ കാലിൽ ഒരെണ്ണം മാത്രമാണ്. അപ്പം ജില്ലി പെട്ടെന്ന് പറഞ്ഞു, ആ കാലല്ല, മറ്റേതാണ്. അവർക്ക് സ്വന്തമായിട്ടുള്ള മേശയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫർണിച്ചറിൻ്റെ ഒരു കാല്, അത് മാത്രമേ അവർക്ക് സ്വന്തമായിട്ടുള്ളൂ. ബാക്കി ആ ഫർണിച്ചറിൻ്റെ ആ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഫർണിച്ചറിൻ്റെ ബാക്കി പാർട്സ് ഒന്നും അവർക്ക് സ്വന്തമായിട്ടില്ല, എല്ലാം ഇൻസ്റ്റാൾമെൻറ്റിലാണ്. ആൻഡ് ജെയിൻ, ആൻഡ് ദ റെസ്റ്റ് ബിലോങ്സ് ടു മിസ്റ്റർ സേജ് ഐ സപ്പോസ്. ചോദിക്കുകയാണ്, മിസ്റ്റർ സേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്ക്, സേജിനാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓണർഷിപ്പ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ജിൽ, യെസ്. അപ്പോൾ എന്താണ്, ജില്ല് സമ്മതിച്ചു, അങ്ങനെ തന്നെയാണ്. ആൻഡ് ജെയിൻ, വെൽ, ഐ ആം നോട്ട് ഗോയിങ് ടു സിറ്റ് ഓൺ മിസ്റ്റർ സേജസ് പാർട്ട് ഫോർ എനി വൺ. അപ്പം ആൻഡ് ജെയിൻ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും മിസ്റ്റർ സേജിൻ്റെ വസ്തുവകളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അവിടെ ഇരിക്കുന്നില്ല. ആൻഡ് ഷീ സ്റ്റാൻഡ്, അവരവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. നൗ ടെൽ മീ, ഹൗ മച്ച് ഡു ഓൾ ദീസ് ഇൻസ്റ്റാൾമെൻറ്റ്സ് കം ടു? അപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വസ്തുവകളുടെ വീട്, കാറ്, റേഡിയോ, അങ്ങനെയുള്ള എല്ലാ ഫർണിച്ചറുകൾ, ഇതിൻ്റെ എല്ലാം കൂടെ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര വരും എന്ന് ചോദിക്കുകയാണ്. ജാക്ക്, വെൽ, ആക്ച്വലി ഹി ടേക്സ് ഔട്ട് ഹിസ് പോക്കറ്റ് ബുക്ക് ആൻഡ് കൺസൾട്ട്സ് ഇറ്റ്. ജാക്ക് പോക്കറ്റിൽ കിടന്ന് അപ്പോൾ കൗണ്ട് ചെയ്യാണ്. അപ്പോൾ ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും ബുക്ക് എടുത്തു. എന്നിട്ട് അതിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ് ഏകദേശം എത്രയായിരിക്കും വരുന്നതെന്നുള്ളത്. ആക്ച്വലി to 7 pounds 8 and 8 pence a week.
എന്താണ്? ഒരാഴ്ചയിൽ 7 pounds 8 and 8 pence എ വീക്ക്. 7 pounds ആണ് ഒരാഴ്ചയിൽ ഇവർ ഇൻസ്റ്റാൾമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത്. ഓക്കെ, 7 pounds. ഓൾമോസ്റ്റ് 90 between 90 and 100, 90-നും 100-നും ഇടയിലാണ് ഏകദേശം ഒരു പൗണ്ടിൻ്റെ വില വരുന്നത്. അങ്ങനെയുള്ള 7 pounds and pence ആണ് ഇവർ ഒരു വീക്കിൽ, ഒരാഴ്ചയിൽ ഇവർ പേ ചെയ്യേണ്ടത്. ആൻഡ് ജെയിൻ, ഗുഡ് ഹെവൻസ്, ആൻഡ് ഹൗ മച്ച് ഡു യു ഏൺ? അപ്പോൾ അവർ ഞെട്ടിപ്പോയി. കാരണം ഒരാഴ്ചയിൽ 7 pounds കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഓക്കെ, വലിയ തുക ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവന് ബാക്കിയായിട്ട് ചോദിച്ചു, ആൻഡ് വാട്ട് ഡിഡ് യു ഏൺ, ഹൗ മച്ച് ഡിഡ് യു ഏൺ? ആഴ്ചയിൽ നിനക്ക് എത്ര കിട്ടും? 7 pound കൊടുക്കണം, പക്ഷെ നിനക്ക് എത്ര കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ജാക്ക്, ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ദാറ്റ് ഇസ് 6 pounds. പക്ഷെ അയാൾക്ക് എത്രയാണ് കിട്ടുന്നത്? 6 pounds. 6 pound മാത്രം കിട്ടുന്ന ഒരാൾ ഈ ഇൻസ്റ്റാൾമെന്റ് മാത്രം അടയ്ക്കേണ്ടത് 7 pound. എന്തൊരു വിരോധാഭാസമാണ് അല്ലേ? ആൻഡ് ജെയിൻ, ബട്ട് ദാറ്റ്സ് അബ്സേർഡ്. എന്തൊരു മണ്ടത്തരമാണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ഹൗ ക്യാൻ യു പേ 7 pounds 8 pence ഔട്ട് ഓഫ് 6 pounds? നിനക്ക് എങ്ങനെയാണ് ഈ 6 pounds ആകെ കിട്ടുന്നുള്ളൂ? ഈ 6 poundsനകത്ത് 7 pounds and 8 pence, ഇത്രയും വലിയൊരു തുക, ചെറുതിൽ നിന്നും വലുത് എങ്ങനെയാണ് നിനക്ക് പേ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ആൻഡ് ജെയിൻ ചോദിക്കുകയാണ്. ജാക്ക്, ഓ ദാറ്റ്സ് ഈസി. ഓ അത് ഭയങ്കര സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. എങ്ങനെയാണ്? യു സീ, all you have to do is to borrow the rest of the money for the payments from the Thrift and Providence Trust Corporation. അതൊരു ബെസ്റ്റ് വഴിയാണ് ജാക്കും ജില്ലും ഹസ്ബൻഡും വൈഫും കൂടെ കണ്ടുപിടിച്ചേക്കുന്നത്. എന്ത് ചെയ്യും? 6 pence കിട്ടുന്നുള്ളൂ, അതിൽ നിന്നും എടുക്കാൻ പറ്റുന്നത് എടുത്ത് ഇവരടയ്ക്കുന്നു. ബാക്കി ഇവരെന്ത് ചെയ്യും? അവർ ബാക്കി കടം വാങ്ങിക്കും. എവിടെ നിന്നാണ്? പ്രൊവിഡൻസ് ട്രസ്റ്റ് കോർപ്പറേഷനിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് അവർ ആ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കൊടുത്തോണ്ടിരിക്കും. ജിൽ, they are only too glad to loan you any amount you like or not of hand alone. അപ്പം എന്താണ്? അവർക്ക് അങ്ങനെ കടം കൊടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. അവർക്ക് എപ്പോൾ ചോദിച്ചാലും അവർ ഞങ്ങൾക്ക് കടം തരും, അതുകൊണ്ട് പൈസ ചോദിച്ചാൽ എപ്പോൾ ചോദിച്ചാലും കിട്ടും, അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ആൻഡ് ജെയിൻ, ആൻഡ് ഹൗ ഡു യു പ്രപ്പോസ് ടു പേ ദാറ്റ് ബാക്ക്? ശരി, വാങ്ങിച്ചത് ഇനി എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്നാണ് ആൻഡ് ജെയിൻ ചോദിക്കുന്നത്. ജാക്ക്, ഓ ദാറ്റ്സ് ഈസി ടു. അതും എളുപ്പമാണ്. എങ്ങനെയാണ്? യു ജസ്റ്റ് പേ ഇറ്റ് ബാക്ക് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അതും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്താൽ മതി. എങ്ങനെയാണ്? ഒരു ഇൻസ്റ്റാൾമെൻറ്റിൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു, അതിൻ്റെ പൈസ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ ഇവരുടെ കയ്യിലില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ലോൺ എടുത്ത് കടമടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ലോൺ എങ്ങനെ അടയ്ക്കും? അത് അടയ്ക്കാനായിട്ട് വേറെ ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ, ആൻഡ് ജെയിൻ, ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഷീ ക്ലാപ്സ് ഹെർ ഹാൻഡ് ടു ഹെർ forehead and sinks back weakly into the chair, then realizes that she is sitting on Mr. Sage's piece and leaps to her feet again with a little shriek. അപ്പം എന്താണ് ഇവരുടെ ഈ ആൻഡ് ജെയിൻ ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദേഷ്യം എന്ന് ഭ്രാന്ത് പിടിക്കുന്നതിലായിപ്പോയി. വാട്ട് ഡിഡ് ഷീ ഡു? ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ നെറ്റിക്കെട്ട് ഒറ്റ അടി കൊടുത്തു. അരിശം വരുന്നതാണ്. സ്വന്തം നെറ്റിക്കെട്ട് ഇങ്ങനെ അടിച്ചിട്ട് അരിശത്തിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ കസേരയിലേക്ക് അങ്ങ് ഇരുന്നു, ഫർണിച്ചറിലേക്ക് ഇരുന്നു. ആ ചെയറിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഓ ഇതും ഇവരുടെ സ്വന്തം അല്ലല്ലോ, ഇത് മിസ്റ്റർ സേജിൻ്റെ ആണല്ലോ. അപ്പം എന്താണ് ഷ്രീക്കിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ലൗഡ് ക്രൈ, അലറി വിളിച്ചുകൊണ്ട് ആൻറ്റി അവിടുന്ന് എഴുന്നേറ്റു. ജാക്ക്, ആൻഡ് ജെയിൻ എന്നുറക്കെ വിളിക്കുകയാണ്. ഈസ് എനിത്തിങ് ദ മാറ്റർ? എന്ത് പറ്റി? എന്താണ് സംഭവിച്ചത്? വുഡ് യു ലൈക്ക് ടു ലൈ ഡൗൺ? കിടക്കാൻ തോന്നുന്നുണ്ടോ? കിടക്കണോ എന്ന് പെട്ടെന്ന് ചോദിക്കുകയാണ്. കാരണം നിന്ന് നിപ്പി ആൻറ്റിക്ക് എന്താ പറ്റിയെന്ന് അറിയണ്ടേ? ആൻറ്റി ഭയങ്കരമായിട്ട് അലറി വിളിക്കുകയൊക്കെ ചെയ്യുമല്ലേ. അപ്പം നിന്ന് നിപ്പിൽ ആൻറ്റിക്ക് എന്ത് പറ്റിയെന്ന് ഇവർക്കൊരു സംശയം. ആൻഡ് ജെയിൻ, ലൈ ഡൗൺ, കിടക്കണോ എന്ന് ചോദിക്കുകയാണ്. ഡു യു സപ്പോസ് ഐ ആം ഗോയിങ് ടു ട്രസ്റ്റ് മൈസെൽഫ് ഇൻ എ ബെഡ് ദാറ്റ് ബിലോങ് ടു മിസ്റ്റർ സേജ്? ചോദിക്കുകയാണ്, നീ എന്നെ കിടക്കാൻ വിളിക്കുന്നത് ആരുടെ ബെഡേനാ? മിസ്റ്റർ സേജിൻ്റെ ബെഡല്ലേ അത്? നിനക്ക് സ്വന്തമായിട്ട് കട്ടിലോ ബെഡോ വല്ലതും ഉണ്ടോ എന്ന് ആൻഡ് ജെയിൻ ചോദിക്കുകയാണ്. ഓർ മാർക്സ് എ സ്പെൻസർ ഓർ സംബഡി? നോ, ഐ ആം ഗോയിങ് ഹോം. ഒന്നേ കടക്കാരൻ വരും, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാനുള്ള ആൾ വരും, ആരെങ്കിലും വന്നതിൻ്റെ ഉത്തരവാദിത്തം പറയും. അപ്പോൾ എന്താണ്? ഇതൊന്നും കേൾക്കാൻ പറ്റിയല്ല, ഐ ആം ഗോയിങ് ഹോം, ഞാൻ എൻ്റെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞു. ദിൽ, ഓ മസ്റ്റ് യു റിയലി ഗോ? പോണമെന്ന് ഉറപ്പാണോ? തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് ഐ തിങ്ക് ഐ ഹാഡ് ബെറ്റർ. അതാണ് ഏറ്റവും നല്ല വഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. ജാക്ക്, ഐ വിൽ ഡ്രൈവ് യു ടു ദ സ്റ്റേഷൻ. ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കാമെന്ന് ജാക്ക് പറഞ്ഞു. ആൻഡ് ജെയിൻ, വാട്ട്? Travel in a car that has only one tire and 2 trimmings? No,
താങ്ക് യു, ഐ വിൽ ടേക്ക് ദ ബസ്. അപ്പം എന്താണ്, സ്വന്തമായിട്ട് ആ ടയറിൻ്റെ അതിൽ ആ കാറിന് ഒരു ടയർ മാത്രമേ അവർക്ക് സ്വന്തമായിട്ടുള്ളൂ, പിന്നെ 2 ട്രിമ്മിങ്സ്, 2 ട്രിമ്മിങ്സും. അപ്പം ഇത്രയും മാത്രമേ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ആരുടെയാണ്? ആരുടെയൊക്കെയോ ആണ്, അല്ലേ? മിസ്റ്റർ സേജിൻ്റെ തന്നെ ആവാം. അപ്പം നിങ്ങളുടെ സ്വന്തമല്ലാത്ത ഒരു കാറും എടുത്തുകൊണ്ട് എന്നെ സ്റ്റേഷനിലേക്ക് സെൻഡ് ഓഫ് ചെയ്യാനായിട്ടൊന്നും വരണ്ട, ഞാൻ ബസ്സിൽ പൊക്കോളാമെന്ന് ആൻ ജെയിൻ പറഞ്ഞു. ജാക്ക്, വെൽ ഓഫ് കോഴ്സ് ഇഫ് യു ഫീൽ ലൈക്ക് ദാറ്റ് അബൌട്ട് ഇറ്റ്. അപ്പം എന്താണ്, അപ്പം അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ ഓക്കെ, യു ക്യാൻ ഗോ ബൈ ബസ്. ആൻറ്റിക്ക് ബസ്സിൽ തന്നെ പോകാം, ഒരു പ്രശ്നവും ഇല്ലയെന്ന് നമ്മുടെ ജാക്ക് പറഞ്ഞു. ആൻ ജെയിൻ, relenting a little, now I am sorry if I sounded rude, but really I am shocked to find the way you are living. അപ്പം എന്താണ്, പെട്ടെന്ന് ആൻറ്റിക്ക് ഒരു വിഷമം, ചെറിയൊരു ദുഃഖം തോന്നി. എന്താണ്, ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത് സൗണ്ടഡ് റൂഡ്, ഞാനിങ്ങനെ നിങ്ങളോട് വളരെ പരുഷമായി സംസാരിക്കുന്നത് നിങ്ങൾക്കൊന്നും തോന്നരുത്. കാരണം എന്താണ്, നിങ്ങളുടെ ഈ ജീവിത രീതി കണ്ട് ഞാൻ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഐ ഹാവ് നെവർ ഓൺഡ് എ പെനി ഇൻ മൈ ലൈഫ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആർക്കും ഒരു പൈസ പോലും കടമായിട്ട് കൊടുക്കാനായിട്ടില്ല. ക്യാഷ് ഡൗൺ, ദാറ്റ്സ് മൈ മോട്ടോ ആൻഡ് ഐ വോണ്ട് യു ടു ഡു ദി സെയിം. ഞാൻ ആർക്കും കടം കൊടുക്കാറില്ല, കടം വാങ്ങിക്കാറില്ല. അതെൻ്റെ ജീവിതത്തിലെ ഒരു പോളിസിയാണ്, അതെൻ്റെ ഒരു രീതിയാണ്. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം, നന്നായി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് ഷീ ഓപ്പൺസ് ഹെർ ബാഗ്. ഇത് പറഞ്ഞിട്ട് ആൻ ജെയിൻ അവരുടെ ബാഗ് ഓപ്പൺ ചെയ്തു. നൗ ലുക്ക്, ഹിയർ ഈസ് എ ലിറ്റിൽ ചെക്ക് ഐ വാസ് മീനിങ് ടു ഗീവ് യു എനിവേ. ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നൊരു ചെറിയ ചെക്കാണ്, എന്ന് തന്നെ ആയാലും ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞു. ഷീ ഹാൻഡഡ് ഇറ്റ് ടു ജിൽ. ജില്ലിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. സപ്പോസ് യു ടേക്ക് ഇറ്റ് ആൻഡ് പേ ഓഫ് just one of your bills so that you can say one thing at least really belongs to you. അപ്പോൾ എന്താണ്, ഇതിൽ തന്നിരിക്കുന്ന ആ ചെക്കിലെ എമൗണ്ട് എടുത്ത് ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ബില്ലൊന്ന് അടയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു സാധനം മൊത്തമായിട്ട് നിങ്ങളുടേതാണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒരു കാർ നിങ്ങളുടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ 2 ടയർ മാത്രമേ ഞങ്ങൾക്കുള്ളൂ, ബാക്കി എല്ലാം ഇൻസ്റ്റാൾമെൻ്റ് ആണെന്ന് പറയേണ്ട അവസ്ഥ വരരുത്. ഏതെങ്കിലും ഒരു സാധനമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സ്വന്തമാണ് എന്ന് വെക്കണം എന്ന് പറഞ്ഞ് ആ ചെക്ക് കൊടുത്തു. ജിൽ, ഓ കോഡ്ലി, ഓ താങ്ക് യു ആൻഡ് ജെയിൻ, ഇറ്റ്സ് വെരി നൈസ് ഓഫ് യു. ഓ ജില്ലിന് ഭയങ്കര സന്തോഷമായി. താങ്ക് യു ഒക്കെ പറഞ്ഞ് അത് ചെക്ക് കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ആൻഡ് ജെയിൻ, പാറ്റിംഗ് ഹെർ ആം, there now I must be going. അപ്പോൾ ദാ എന്ന് പറഞ്ഞ് ആ ചെക്കൊക്കെ കൊടുത്തു. ഐ മസ്റ്റ് ബി ഗോയിങ്, ഞാൻ പോവാണെന്ന് പറഞ്ഞ് ആൻ ജെയിൻ അങ്ങ് പോയി. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ ഇതുവരെ സ്റ്റോറി? അപ്പോൾ ഇനി എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. പിന്നെ എന്താണ് അവരുടെ ആ ചെക്ക് കിട്ടിയതിന് ശേഷം അവർ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. ജാക്ക്, ഐ വിൽ സീ യു ടു ദി ബസ് എനിവേ. എന്താണ്, ബസ്സിൽ യാത്ര അയക്കാൻ വരാമെന്ന് പറഞ്ഞു. ജിൽ, ഗുഡ് ബൈ ആൻ ജെയിൻ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദി പ്രസൻറ്റ്. സമ്മാനം ആയിട്ട് ചെക്കൊക്കെ തന്നതിന് താങ്ക് യു, നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആൻ ജെയിൻ കിസ്സിങ് ഹെയർ, ഗുഡ് ബൈ മൈ ഡിയർ. എന്താണ്, അവർ കെട്ടിപ്പിടിച്ചു, കിസ് ചെയ്തു, ഉമ്മയൊക്കെ കൊടുത്തിട്ട് താങ്ക് യു മൈ ഡിയർ ഒക്കെ പറഞ്ഞിട്ട് പോവാണ്. ഷീ ആൻഡ് ജാക്ക് ഗോ ഔട്ട്. അപ്പോൾ എന്താണ്, ആൻറ്റിയുടെ കൂടെ ബസ് സ്റ്റേഷൻ വരെ ജാക്കും കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജാക്കും ആൻ ജെയിനും കൂടെ പുറത്തേക്ക് പോയി. ജിൽ ലുക്സ് അറ്റ് ദ ചെക്ക് ആൻഡ് എക്സ്ക്ലെയിംസ്, 10 pounds. ജില്ല് അവിടെ ഉണ്ട്. ആരാണ്, വൈഫ് അല്ലേ? ജില്ല് അവിടെ ഉണ്ട്. എന്നിട്ട് ആ ചെക്കിൽ നോക്കി, അത് വായിച്ചു. 10 pounds, 10 പൗണ്ട് ഉണ്ടത്. Then she hurries to the table, addresses an envelope, endorses the check and slips it inside with a bill which she takes from the bag and steals the envelope. അവൾ പെട്ടെന്ന് അകത്തേക്ക് പോയി ടേബിളിൽ വെച്ചിരുന്ന ഒരു എൻവലപ്പിൽ ഒരു അഡ്രസ്സ് എഴുതി. ആ അഡ്രസ്സിനകത്ത് ആ ചെക്കും അതിൻ്റെ കൂടെ ബില്ലിൻ്റെ ഒരു സ്ലിപ്പും കൂടെ ഇട്ട് ആ എൻവലപ്പ് അങ്ങ് ക്ലോസ് ചെയ്തു, ആ ലെറ്റർ അങ്ങ് ക്ലോസ് ചെയ്തു. Then she rings the bell. In a moment the nurse comes in with the baby in her arms. അപ്പോൾ എന്താണ്, അത് പെട്ടെന്ന് തന്നെ അവൾ കോളിംഗ് ബെല്ല് ചെയ്തു. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു നേഴ്സ്, നമ്മുടെ 4th ക്യാരക്ടറായിരുന്നു അല്ലേ, ആ നേഴ്സ് ഒരു ബേബി, ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് നേഴ്സ് അകത്തേക്ക് വന്നു. ജിൽ, ഓ നേഴ്സ്, ഐ വോണ്ട് യു ടു റൺ ആൻഡ് പോസ്റ്റ് ദിസ് ഫോർ മീ. ഐ വിൽ ലുക്ക് ആഫ്റ്റർ ദ ബേബി വൈൽ യു ആർ ഗോൺ. അപ്പോൾ എന്താണ്, ജില്ല് നേഴ്സിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ പോയി ഈ ലെറ്റർ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം, നിങ്ങൾ തിരിച്ചു വരുന്നവരെ ബേബിയെ ഞാൻ നോക്കിക്കോളാം. നേഴ്സ്, സർട്ടൻലി മാഡം, തീർച്ചയായും ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് നേഴ്സ് പോയി. ഷീ ഹാൻഡ്സ് ദ ബേബി ടു ജിൽ. ബേബിയെ
ജില്ലിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ടേക്സ് ദ ലെറ്റർ ആൻഡ് ഗോസ്. എന്നിട്ട് ലെറ്റർ എടുത്ത് പുറത്തേക്ക് പോയി. എ സെക്കൻഡ് ലേറ്റർ ജാക്ക് കംസ് ഇൻ അഗെയിൻ. അപ്പോൾ നേഴ്സ് പുറത്തേക്ക് പോയി. ഒരു സെക്കൻഡ് കഴിഞ്ഞ് ആ സെക്കൻഡ് ഉടനെ തന്നെ അകത്തേക്ക് വന്നത് ജാക്ക് ആയിരുന്നു. ജാക്ക്, വെൽ ഷീ ഈസ് ഗോൺ. വാട്ട് എ ചാർട്ടർ. സ്റ്റിൽ ഷീ ഡിഡ് ലീവ് us a bit on account. How much was it? അപ്പോൾ അത് പറയാണ്, വെൽ ഏതായാലും ആൻറ്റി പോയി, നന്നായി. എന്തൊരു ബഹളമായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് അല്ലേ. ഏതായാലും പോകുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യമൊക്കെ ചെയ്തു. നമുക്ക് സംതിങ് മണിയൊക്കെ തന്നിട്ടാണ് പോയത്. അപ്പം അത് എത്ര ഉണ്ട് എന്ന് ജാക്ക് ചോദിച്ചു. ജിൽ, 10 pounds, 10 പൗണ്ട് ഉണ്ടായിരുന്നു. ജാക്ക്, വിത്ത് എ വിസിൽ, ഫ്യൂ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പം എന്താണ്, ഹി ബിക്കം ഹാപ്പി. 10 പൗണ്ട് ഉണ്ടായിരുന്നു അല്ലേ. അപ്പം അവനൊരു വീക്കിൽ കിട്ടുന്ന 6 poundsനെക്കാട്ടിലും കൂടുതലാണല്ലോ 10 പൗണ്ട്. അതുകൊണ്ട് ഹി ബിക്കം ഹാപ്പി. വി ക്യാൻ പേ ഓഫ് ദ നെക്സ്റ്റ് 2 months ഓൺ ദി കാർ വിത്ത് ദറ്റ്. അപ്പം അങ്ങനെയാണ് അടുത്ത 2 മാസത്തേക്കുള്ള കാറിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് അങ്ങ് അടച്ച് അത് ഫിനിഷ് ചെയ്യാം എന്ന് ജാക്ക് പറഞ്ഞു. ജിൽ, ഐ എം അഫ്രൈഡ് വി കാൺട്ട്. അത് അടയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ജില്ല് പറഞ്ഞു. ജാക്ക്, വൈ എവർ നോട്ട്. എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിക്കുകയാണ്. ജിൽ, യു സീ, I have already sent it off for something else. Nurse has just gone to post it. ഞാനത് നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് നേഴ്സിൻ്റെ കയ്യിൽ അത് കൊടുത്തു വിട്ടു. നേഴ്സ് ഇപ്പോൾ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ജാക്ക്, വെൽ ദാറ്റ്സ് ഓൾ റൈറ്റ്. ഹൂ ഹാവ് യു സെൻറ്റ് ഇറ്റ് ടു. ഓക്കെ, അത് കുഴപ്പമില്ല. നീ ഏതെങ്കിലും ഒരു ബില്ല് പേ ചെയ്യാനായിട്ട് കൊടുത്തെങ്കിൽ വെൽ ദാറ്റ് ഇസ് ഓൾ റൈറ്റ്. അതിന് കുഴപ്പമൊന്നുമില്ല. ആർക്കാണ് ബില്ല് കൊടുത്തത്, ഏത് സാധനത്തിന് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയുള്ള ബില്ലാണ് പേ ചെയ്യാനുള്ളതെന്ന് ചോദിക്കുകയാണ്. ജിൽ, ഡോക്ടർ മാർട്ടിൻ. ഡോക്ടർ മാർട്ടിന് കൊടുക്കാനുള്ള ബില്ലാണ് ഞാൻ കൊടുത്തു വിട്ടത്, നേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടത്. ഓക്കെ, നമ്മുടെ സ്റ്റോറി തീരുകയാണ് കേട്ടോ. അപ്പം എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ജാക്ക്, ഡോക്ടർ മാർട്ടിൻ, വാട്ട് ഓൺ എർത്ത് പൊസസ്ഡ് യു ടു ഡു ദാറ്റ്. ജാക്ക് ചോദിക്കുകയാണ്, ഡോക്ടർ മാർട്ടിനോ, അപ്പോൾ അതെന്തിനാണ് ഇപ്പോൾ അതങ്ങനെ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ജിൽ, നിയർലി ഇൻ ടീയേഴ്സ്. അപ്പോൾ അത്രയും ചോദിച്ചപ്പോൾ തന്നെ അവളങ്ങ് കരയാറായി. ദർ നൗ യു ആർ ഗോയിങ് ടു ബി ആംഗ്രി വിത്ത് മീ. ഇതാണ് നിങ്ങൾക്ക് ദേഷ്യം വന്നു. എന്താണ്, ഞാനിത് പറഞ്ഞപ്പോഴേ ജാക്കിന് ദേഷ്യമായി. ജാക്ക്, ഐ എം നോട്ട് ആംഗ്രി, ബട്ട് വൈ വേസ്റ്റ് ഗുഡ് മണി ഓൺ ദ ഡോക്ടർ. എനിക്ക് ദേഷ്യമല്ല, പക്ഷെ എന്തിനാണ് ഡോക്ടർക്ക് പൈസ കൊടുത്ത് വെറുതെ ആ പൈസ കളഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. ഡോക്ടേഴ്സ് ഡോണ്ട് എക്സ്പെക്ട് ടു ഗെറ്റ് പെയ്ഡ് എനിവേ. ഡോക്ടർ ഏതായാലും ആ പൈസ കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പൈസയാണ്. അതെന്തിനാണ് അയാൾക്ക് കൊടുക്കാൻ പോയത് എന്നാണ് ചോദിച്ചത്. ജിൽ, സോബിങ് എ ലിറ്റിൽ, ബട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ജില്ല് പറയാണ്, പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല, ഞാൻ എന്തിനാണ് ഡോക്ടർക്ക് ആ പൈസ കൊടുത്തതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകില്ല എന്ന് പറയാണ്. ജാക്ക്, അണ്ടർസ്റ്റാൻഡ് വാട്ട്. എന്ത് മനസ്സിലാകില്ല എന്നാണ് നീ പറയുന്നത്. ജിൽ, വൈ, ജസ്റ്റ് 1 more installment and the baby is really ours. See the problem? എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ഒരേ ഒരു ഇൻസ്റ്റാൾമെൻറ്റോടെ കൊടുത്താലേ അവരുടെ സ്വന്തം ബേബി പോലും അവരുടെ സ്വന്തമായിട്ട് മാറുകയുള്ളൂ. അതാണ് ഇവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ. ഷീ ഈസ് ഹോൾഡിങ് ഔട്ട് ദ ഇൻഫൻറ്റ് എ ലിറ്റിൽ പത്തറ്റിക്കലി ആസ് വി ബ്ലാക്ക് ഔട്ട്. അപ്പം എന്താണ്, ആ സീൻ തീരുന്ന സമയത്ത് ആ ബേബീനെ അവർ വളരെ ടൈറ്റായിട്ട് ഹഗ് ചെയ്ത് പിടിച്ചുകൊണ്ട് പറയുന്നതാണ് 1 more installment. ഒരേ ഒരു ഇൻസ്റ്റാൾമെൻറ്റും കൂടി ഇനി പേ ചെയ്താൽ മാത്രമേ ഈ കുഞ്ഞു പോലും നമ്മുടെ സ്വന്തമായിട്ട് മാറുകയുള്ളൂ. അറ്റ്ലീസ്റ്റ് ഈ കുഞ്ഞെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ അതിൻ്റെ ഓണേഴ്സ് ആയിട്ടിരിക്കട്ടെ, നമ്മൾ അതിൻ്റെ റിയൽ പേരൻസ് ആയിട്ടിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി, അവരുടെ ലൈഫ് എങ്ങനെയാണ് പോയേക്കുന്നത് അല്ലേ. ഇൻസ്റ്റാൾമെൻറ്റിലാണ് അവരുടെ ലൈഫ് പോകുന്നത് മുഴുവൻ, ഈവൻ അവരുടെ കുഞ്ഞു പോലും. അപ്പോൾ ഈ ഒരു തീമിനെ വളരെ സറ്ററിക്കലായിട്ട് കാണിച്ചുകൊണ്ട് സെഡ്രിക് മൗണ്ട് എഴുതിയിരിക്കുന്ന ഒരു ഡ്രാമയായിരുന്നു ദ നെവർ നെവർ നെസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡ്രാമ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഓഫ് ആർ ഡ്രാമ. ഈ ചാപ്റ്ററിലെ നമ്മുടെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, വാട്ട് മെയ്ഡ് ആൻ ജെയിൻ വറി അബൌട്ട് ഹെർ ഗിഫ്റ്റ് ചെക്ക്. എന്തുകൊണ്ടാണ് ആൻ ജെയിന് അവർ ഗിഫ്റ്റായിട്ട് കൊടുത്ത ആ ചെക്കിനെ കുറിച്ച് കൂടുതൽ വറീഡ് ആവാനായിട്ടുള്ള കാരണം? എന്തുകൊണ്ടാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായതെന്നാണ് ചോദ്യം. ആൻ ജെയിൻ ഹാഡ് വാണ്ടഡ് ടു ഗീവ് എ ചെക്ക് ഫോർ 200 pounds as a wedding gift to Jack and Jill. ജാക്കിൻ്റെയും ജില്ലിൻ്റെയും വിവാഹത്തിനുള്ള സമ്മാനമായിട്ട് 200 പൗണ്ടിൻ്റെ ഒരു ചെക്കാണ് ആൻ ജെയിന് കൊടുക്കാനായിട്ടുണ്ടായിരുന്നത്. അതാണ് കൊടുത്തതും. ബട്ട് വെൻ ഷീ കെയിം ടു ദെയർ ഹൗസ്,
പക്ഷേ അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഷീ സോ ദാറ്റ് ദേ ഹാഡ് എ പ്രെറ്റി ലോഞ്ച് വിത്ത് ഫൈൻ ഫർണിച്ചർ. വീട്ടിൽ വന്നപ്പോൾ എന്താണ് കണ്ടത്? അവരുടെ നല്ല ആഡംബരപൂർണമായ നല്ല സൗകര്യങ്ങളുള്ള ഒരു സ്വീകരണ മുറി, അവിടെ കുറേ അധികം ഫർണിച്ചറുകൾ, ഒരു റേഡിയോഗ്രാം ആൻഡ് എ പിയാനോ, കൂട്ടത്തിൽ ഒരു പിയാനോ കൂടി ഉണ്ടായിരുന്നു. They also had a refrigerator and a car. അവർക്ക് ഒരു റെഫ്രിജറേറ്ററും ഒരു ഫ്രിഡ്ജും അതിനെ കൂടെ ഒരു കാറും ഉണ്ടായിരുന്നു. This makes Aunt Jane think that, ഇത് എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആൻറ്റ് ജെയിൻ ആലോചിച്ചു, she must have mistakenly written 2,000 pounds instead of 200 in the check. അപ്പോൾ ഇത്രയധികം ഇവരുടെ സൗകര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആൻറ്റ് ജെയിൻ വിചാരിച്ചു 200 പൗണ്ട് 200 പൗണ്ട് എന്ന് എഴുതുന്നതിന് പകരം 2,000 പൗണ്ട് എന്നാണ് ആൻഡ് തെറ്റിച്ച് എഴുതി എന്നാണ് അവർ വിചാരിച്ചത്. ആൻഡ് ദിസ് ഈസ് വൈ ഷീ കുഡ് ബൈ ഓൾ ദീസ് ലക്ഷറി ഐറ്റംസ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ ലക്ഷറി ഐറ്റംസ് എല്ലാം വാങ്ങിച്ചത് എന്ന് ഇവർ ചിന്തിക്കുകയും ചെയ്തു. ദിസ് തോട്ട് മെയ്ഡ് ഹർ വറീഡ്. ഇതാണ് അവർ വറീഡ് ആവാനായിട്ടുള്ള കാരണം. ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ആർഗ്യുമെന്റ്സ് ഡിഡ് ജേക്ക് give in support of purchasing a house on installment basis? ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിൽ ഒരു വീട് വാങ്ങിക്കുന്നതിനെ പറ്റി അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജേക്ക് എന്താണ് പറഞ്ഞത്? ഇഫ് ദേ ഡിഡ്ന്റ് പർച്ചേസ് എ ഹൗസ് ദേ വുഡ് ഗോ ഓൺ പേയിങ് റെൻറ്റ് ഇയർ ആഫ്റ്റർ ഇയർ. അവർ ഒരു വീട് സ്വന്തമായിട്ട് വാങ്ങിച്ചില്ല എങ്കിൽ എപ്പോഴും ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ പൈസ അടച്ചു കൊടുത്തുകൊണ്ട് വാടക കൊടുത്തുകൊണ്ടേയിരിക്കണം. ബട്ട് ദേ കുഡ് ബൈ എ ഹോം ജസ്റ്റ് ഫോർ 10 pounds. പക്ഷെ എന്താണ്, വെറും 10 പൗണ്ട് കൊടുത്തുകൊണ്ട് വീട് സ്വന്തമാക്കാനുള്ള ഒരു അവസരം അവർക്കുണ്ടായിരുന്നു. ദെൻ ഓഫ് കോഴ്സ് ദേ ഹാവ് ടു പേ ക്വാർട്ടർലി ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ്സ്. പക്ഷേ ക്വാർട്ടർലി 3 മാസം കൂടുമ്പോൾ അവർ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ്സ് അടയ്ക്കണം. എന്നിരുന്നാലും 10 പൗണ്ട് കൊണ്ട് വീട് റെഡിയാക്കാനായിട്ട് അവർ തയ്യാറായിരുന്നു. ബൈ ബൈയിങ് ദ ഹൗസ് ദേ ഹാവ് ബിക്കം ഓണേഴ്സ് ഓഫ് ദി ഹൗസ് ആൻഡ് നോട്ട് മിയർ ടെനൻസ്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? 10 പൗണ്ട് കൊണ്ട് അവരവിടുത്തെ വാടകക്കാരാകുന്നതിന് പകരമായിട്ട് അവരവിടുത്തെ ഉടമസ്ഥരായിട്ട് മാറി, ടെനൻസ് ആവുന്നതിന് പകരം ഓണേഴ്സ് ആയിട്ട് മാറി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് ജേക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. വൈ ഡിഡ് ജിൽ സെൻഡ് എ ചെക്ക് ടു ഡോക്ടർ മാർട്ടിൻ? ഡോക്ടർ മാർട്ടിന് വേണ്ടിയിട്ട് ഒരു ചെക്ക് എന്തിനാണ് ജില്ല് പേ ചെയ്തത്, അല്ലെങ്കിൽ ജില്ല് അയച്ചു കൊടുത്തതെന്നാണ് ചോദ്യം. Jill sent the check to Dr. Martin because she wanted to make the final payment and make the baby their own. എന്തിനു വേണ്ടിയായിരുന്നു? അവൾക്ക് അവസാനത്തെ പൈസയും കൊടുത്ത് അവസാനത്തെ പേയ്മെൻറ്റും കൂടി അടച്ച് ആ കുഞ്ഞിനെ അവരുടെ സ്വന്തം കുഞ്ഞാക്കി മാറ്റണം എന്നായിരുന്നു ജില്ലിന് ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഡോക്ടർക്ക് ഈ ചെക്ക് സെൻഡ് ചെയ്ത് കൊടുത്തത്. This way she will fulfill the desire of Aunt Jane who wanted them to use the check to make something in their house their own. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് വഴി ആൻറ്റ് ജെയിനിൻ്റെ ആഗ്രഹം ജില്ല് സാധിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്തായിരുന്നു ആൻറ്റ് ജെയിൻ്റെ ആഗ്രഹം? അവരുടെ വീട്ടിലുള്ളതിൽ എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഈ ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് ഫൈനൽ പേയ്മെൻറ്റ് നടത്തി അവരുടെ സ്വന്തമാക്കി മാറ്റണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ജില്ല് തയ്യാറായി. അങ്ങനെ ആൻറ്റ് ജെയിൻ്റെ ആഗ്രഹം സാധിക്കുകയും ചെയ്തു. Okay, next question. Why did Aunt Jane refuse to sit on the furniture? എന്തുകൊണ്ടാണ് ആ ഫർണിച്ചർ ചെയറിൽ ഇരിക്കാൻ, സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇരിക്കാനായിട്ട് ആൻറ്റ് ജെയിൻ തയ്യാറാവാതിരുന്നത്? റിഫ്യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കുക. എന്തുകൊണ്ടാണ് നിഷേധിച്ചത്? ആൻറ്റ് ജെയിൻ refused to sit on the furniture. ആൻറ്റ് ജെയിന് ആ ഫർണിച്ചറിൽ ഇരിക്കാൻ വിസമ്മതിച്ചു. കാരണം ഇറ്റ് ബിലോങ്സ് ടു മിസ്റ്റർ സേജ് ഫ്രം ഹോം ദേ ബോട്ട് ഇറ്റ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ്. അത് അവർ മിസ്റ്റർ സേജ് എന്ന ആളുടെ കയ്യിൽ നിന്നും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്. ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് മിസ്റ്റർ സേജ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഇരിക്കാനായിട്ട് തയ്യാറാവാതിരുന്നത്. സോ ഓൺലി എ പാർട്ട് ഓഫ് ദി സോഫ ബിലോങ്സ് ടു ജാക്ക് ആൻഡ് ജിൽ. ജാക്കിനും ജില്ലിനുമായിട്ട് ആ സോഫയുടെ ഒരു ഭാഗം മാത്രം, അല്ലെങ്കിൽ ആ ഫർണിച്ചറിൻ്റെ ഒരു ഭാഗം മാത്രമേ അവിടെയുള്ളൂ. ആൻഡ് ദ റെസ്റ്റ് ബിലോങ്സ് ടു മിസ്റ്റർ സേജ്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എന്ന് പറയുന്നത് മിസ്റ്റർ സേജിൻ്റെ തന്നെയാണ്. ഇതുകൊണ്ടാണ് അതിൽ ഇരിക്കാനായിട്ട് ആൻറ്റ് ജെയിൻ വിസമ്മതിച്ചത്. ദെൻ ഹൗ ഡിഡ്
ദേ പ്ലാൻ ടു പേ ദെയർ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അവരുടെ ഇൻസ്റ്റാൾമെൻറ്റ്സ് എങ്ങനെ പേ ചെയ്യാമെന്നാണ് അവർ അതിനുള്ള വഴി എന്തായിരുന്നു അവരുടെ പ്ലാൻ എന്നാണ് ക്വസ്റ്റ്യൻ. ദേ വുഡ് ബോറോ മണി ഫ്രം ദ ത്രിഫ്റ്റ് ആൻഡ് പ്രൊവിഡൻസ് ട്രസ്റ്റ് കോർപ്പറേഷൻ. അവരുടെ പണം ചിലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊവിഡൻസ് ട്രസ്റ്റ് കോർപ്പറേഷനിൽ നിന്നും പണം കടം വാങ്ങി ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാം. അങ്ങനെയായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ആൻഡ് ജെയിൻ ഹെസിറ്റേറ്റ് ടു ട്രാവൽ ഇൻ ജേക്സ് കാർ? ജേക്കിൻ്റെ കാറിൽ യാത്ര ചെയ്യാൻ പോലും ആൻഡ് ജെയിൻ വിസമ്മതിച്ചു. എന്തുകൊണ്ടാണ്? ആൻഡ് ജെയിൻ hesitated to travel in Jake's car because he owns only some parts of the car. The other part belonged to the man who sold it to him on installments. ആ കാറ് പോലും മൊത്തമായിട്ട് ജാക്കിനും ജില്ലിനും ഇല്ല. അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ ഇപ്പോഴും അവർക്ക് സ്വന്തമായിട്ടുള്ളൂ. ബാക്കി ഇപ്പോഴും ആരാണോ അവർക്ക് കാറ് ഇൻസ്റ്റാൾമെൻറ്റിൽ കൊടുത്തത് അവരുടെ ഉടമസ്ഥതയിലാണ്. കാറിൻ്റെ കുറച്ചായിട്ട് പൈസ കൊടുക്കുന്നതുകൊണ്ട് ചില ഭാഗങ്ങൾ മാത്രമേ, അതിനുള്ള വില മാത്രമേ ഇപ്പോൾ ശരിക്കും അവർ മുടക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ കാറിൽ യാത്ര ചെയ്യാനായിട്ട് ആൻജീന് തയ്യാറാവാതിരുന്നത്. Then, the last question. What did Aunt Jean want them to do with the check? ആ ചെക്ക് ഉപയോഗിച്ച് ജാക്കും ജില്ലും എന്ത് ചെയ്യണം എന്നായിരുന്നു ആൻറ്റ് ജെയിനിൻ്റെ ആഗ്രഹം. ആൻറ്റ് ജെയിൻ wanted them to make at least one thing in their house their own by paying it fully using the check. ആ കൊടുക്കുന്ന 10 പൗണ്ട്സിൻ്റെ ചെക്ക് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും അവരുടെ വീട്ടിലെ ഒരു വസ്തു, ഒരു സാധനം, അത് മൊത്തമായിട്ടും അതിൻ്റെ കടം അടച്ചു തീർത്ത് അവരുടെ സ്വന്തമാക്കി മാറ്റണം ആ ചെക്ക് ഉപയോഗിച്ച് എന്നായിരുന്നു ആൻറ്റ് ജെയിനിൻ്റെ ആഗ്രഹം. അല്ലേ? ആൻറ്റ് ജെയിൻ്റെ ആഗ്രഹം നടന്നോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട് അല്ലേ? ആൻറ്റ് ജെയിൻ്റെ ആഗ്രഹം നടന്നു. എന്തായിരുന്നു ആഗ്രഹം? ഈ ഫുൾ പേയ്മെൻറ്റ് നടത്തിയ എന്തെങ്കിലും ഒരു വസ്തു സ്വന്തമാക്കണമെന്നായിരുന്നു. അങ്ങനെ അവർ സ്വന്തമാക്കിയത് അവരുടെ സ്വന്തം കുഞ്ഞിനെ തന്നെയായിരുന്നു. ഡോക്ടർ മാർട്ടിന് അവർ ഫുൾ പേയ്മെൻറ്റ് നടത്തി ആൻറ്റ് ജെയിൻ്റെ ആഗ്രഹം അവർ ഫുൾഫിൽ ചെയ്തു. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സോ ഇനി നമുക്ക് വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് സെഷൻ.